ഗൈസ്, അപ്പോൾ സ്റ്റാർ ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു, വെയർ ഹൗസ് ജോബിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇപ്പോഴും എന്നോട് ഒരുപാട് പേര് ഡൗട്ടായിട്ട് ചോദിക്കുന്നുണ്ട്, ഈ വെയർ ഹൗസ് ജോബ് ഞാൻ പറഞ്ഞത് ക്ലിയർ ആയില്ല, അപ്പോൾ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമെന്ന് ചോദിച്ചിട്ട്, എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെയർ ഹൗസ് ജോബിലെ കുറച്ച് വീഡിയോ, അതായത് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ കുറച്ച് വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. 2 വെയർ ഹൗസ് ജോബിലെ ഡീറ്റെയിൽസാണ് ഇടുന്നത്. നൈറ്റ് ഷിഫ്റ്റുള്ള ജോബിലെ ഡീറ്റെയിൽസ് ഇടുന്നുണ്ട്, മോർണിംഗ് ഷിഫ്റ്റിൽ ഇടുന്നുണ്ട്. പക്ഷേ ജോബ് പർപ്പസ് ചെയ്യേണ്ട രീതികൾ രണ്ടിൻ്റെ സെയിമാണ്. അപ്പോൾ എത്രത്തോളം സ്പീഡിൽ ചെയ്യുന്നു അതനുസരിച്ചാണ് നമുക്കിവിടെ ഏൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ തന്നെ കാണാൻ സാധിക്കും, ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കാം. പിന്നെ അതുമാത്രമല്ലാണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് ഇപ്പോഴും ഒരുപാട് സംശയങ്ങളായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിത് ഈ കൺട്രി ചൂസ് ചെയ്യുമ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രമേ ഇത് ചൂസ് ചെയ്താൽ മതിയെന്ന്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെയും അവരെന്നോട് തന്നെ ചോദിക്കുകയാണ്, ജോലി എങ്ങനെയാണ്, കഷ്ടപ്പാടാണോ? അപ്പോൾ അതിനുള്ള ആൻസറായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ജസ്റ്റ് കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഫാക്ടറി ജോബ്സ് അവൈലബിൾ ആണ്. ഫാക്ടറി ജോബ് കുറച്ചുകൂടെ എളുപ്പമാണ്. അതായത് വെയർ ഹൗസിൻ്റെ അത്രയും കഷ്ടപ്പാടുകളില്ല, പക്ഷേ വെയർ ഹൗസിനെ അപേക്ഷിച്ച് സാലറി കുറവായിരിക്കും. അതായത് നമുക്ക് മന്ത്ലി ഒരു 50,000 to 60,000 ആ ഒരു റേഞ്ചൊക്കെ ആയിരിക്കും അതിൻ്റെ സാലറി കിട്ടുക. ഫാക്ടറി ജോബിന് മോർണിംഗ് ഷിഫ്റ്റ് ആയിരിക്കും, അക്കോമഡേഷൻ ഫുഡൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ്. പിന്നെ വെജിറ്റബിൾ ഫാക്ടറി ഉണ്ട്. അത് ഞാൻ സജസ്റ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 3,000 രൂപ ഡെയിലി കിട്ടും. പക്ഷേ നമുക്ക് ലോഡിങ്ങൊക്കെയാണ് വരുന്നത്. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ പയ്യെ തണുപ്പിലോട്ട് മാറിയേക്കണം. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ 14-13 ഡിഗ്രി. നൈറ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ 4-3 വരെ പോകുന്നുണ്ട്. അപ്പോൾ പയ്യെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. മേ ബി എനിക്ക് തോന്നുന്നത് അടുത്ത മാസം ആവാൻ നേരത്ത് പയ്യെ തണുപ്പിലോട്ട് തന്നെ അങ്ങോട്ടാവും. മൊത്തത്തിൽ ക്ലൈമറ്റ് അങ്ങ് ചേഞ്ച് ആവും. അപ്പോൾ വരാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടി ഇപ്പോൾ ജാക്കറ്റ്സ് ഞാൻ പറയുവാണെങ്കിൽ നമ്മുടെ ഡെക്കാത്തോളിൽ നിന്ന് മേടിക്കണമെന്നില്ല. കാരണം ഇവിടെ ജാക്കറ്റ്സിനൊക്കെ റേറ്റ് കുറവാണ്. ഇവിടുത്തെ തണുപ്പ് പിടിച്ചു നിർത്താനുള്ള ജാക്കറ്റ് ഇവിടെ തന്നെയാണ്. നമ്മുടെ നാട്ടിലത്തെ ജാക്കറ്റ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എത്രത്തോളം പോസിബിൾ ആവും എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ കൊണ്ടുവന്നിട്ടോടുകൂടി എനിക്കത് അത്ര സേഫ്റ്റി ആയിട്ട് തോന്നിയില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ഇടുന്നുണ്ട്. നമുക്ക് നേരെ വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടില്ല. അപ്പോൾ ഇതാണ് വെയർ ഹൗസിൽ ജോലി വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. നമ്മൾ സ്കാൻ ചെയ്യുക, അതനുസരിച്ച് സ്ഥലത്തുകൊണ്ട് സോർട്ട് ചെയ്ത് വയ്ക്കിയതാണ് ജോലി വരുന്നത്. അപ്പോൾ സിമ്പിളാണ്. വർക്ക് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചില വെയർ ഹൗസിൽ ഫുൾ നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഈ കൺട്രി ചൂസ് ചെയ്യാം. പിന്നെ ഒരുപാട് മാറ്റങ്ങൾ ഇനി ഇവിടുത്തെ നിയമത്തിൽ വരുന്നുണ്ട്. അത് ഞാൻ വഴിയെ അതിൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.